KPCC പുനഃസംഘടന സംബന്ധിച്ച പരസ്യ പ്രതികരണങ്ങളിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയെന്ന് വാർത്ത. പുനഃസംഘടനാ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കേണ്ടത് സംസ്ഥാനത്തെ നേതാക്കളല്ല, ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്നും ഹൈക്കമാൻഡ് പറയുന്നു. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. ജയശങ്കർ, ഏത് സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഇങ്ങനൊരു അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്? SKN കഴിഞ്ഞ കുറേ ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ KPCC പുനഃസംഘടന സംബന്ധിച്ച് വലിയ തോതിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ചില കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അനൗദ്യോഗികമായി ചർച്ചകൾ ആരംഭിച്ചെന്ന തരത്തിൽ രഹസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ നൽകുകയും ചെയ്തു. ഇതിലാണിപ്പോൾ ഹൈക്കമാൻഡ് ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ KPCC പുനഃസംഘടന സംബന്ധിച്ച് ഒരു തീരുമാനവും ഹൈക്കമാൻഡ് കൈക്കൊണ്ടിട്ടില്ല. ഇതിലേതെങ്കിലും തരത്തിൽ തീരുമാനം നിലവിൽ ആലോചിക്കുന്നില്ല എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നത്. പിന്നെ സംസ്ഥാനത്തെ ചില നേതാക്കൾ, പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ തന്നെ കഴിഞ്ഞ ഈയിടെ ഇത്തരത്തിൽ പുനഃസംഘടന ഉടൻ ഉണ്ടാകുമെന്ന തരത്തിലുള്ള പ്രതികരണം നടത്തി. ഇത്തരത്തിലുള്ള പ്രതികരണത്തിലും ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. കാരണം ഈ പുനഃസംഘടന സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടതില്ലെങ്കിൽ ചർച്ചകൾ ആരംഭിക്കേണ്ടത്, തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിൽ അത്തരമൊരു തീരുമാനം നിലവിൽ എടുക്കാത്തൊരു സാഹചര്യത്തിൽ ഇത്തരം പ്രതികരണങ്ങൾ വരുന്നത് നല്ലതല്ല എന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. എന്തായാലും പുനഃസംഘടന സംബന്ധിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൂടെ അവസ്ഥ ആലോചിച്ച് കേരളത്തിൽ പുനഃസംഘടന നടത്തുമെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. പക്ഷേ നിലവിൽ ഈ ഹൈക്കമാൻഡ് പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. എന്തായാലും കേരള നേതാക്കൾ ഈ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത് KPCC അധ്യക്ഷൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമിട്ടത്. മാധ്യമങ്ങൾക്കുൾപ്പെടെ അദ്ദേഹം ഇത് സംബന്ധിച്ച് ചില പ്രതികരണങ്ങൾ നൽകിയിരുന്നു. ഈ പ്രതികരണമാണ് പിന്നീട് അങ്ങോട്ട് KPCC പുനഃസംഘടന എന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്തയാക്കിയത്. ഒപ്പം തന്നെ ഒരു കൂട്ടം നേതാക്കൾ അനൗദ്യോഗിക ചർച്ച എന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് വിവരം നൽകിയെന്നും കേരളത്തിലെ ചില നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ ചേർന്ന KPCC യോഗത്തിൽ ഈ പുനഃസംഘടന സംബന്ധിച്ച് ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്കൊന്നും കടന്നിരുന്നില്ല. സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ മാത്രമാണ് ചർച്ചയാക്കിയത്. ഇതും കൃത്യമായി ഹൈക്കമാൻഡിൻ്റെ ഒരു വിമർശനം, ഈ ഒരു വിയോജിപ്പ് പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം വിവാദങ്ങളിലേക്ക് കയറാണ്ടിരുന്നത്. എന്തായാലും നിലവിൽ ഹൈക്കമാൻഡ് പറയുന്നത് പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ഹൈക്കമാൻഡ് ഏതെങ്കിലും തരത്തിൽ വിഷയം ആരംഭിക്കുമ്പോൾ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങുമ്പോൾ KPCC അധ്യക്ഷനെയും KPCC നേതൃത്വത്തെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ചകൾ തുടങ്ങും എന്നാണ്. അതുവരെ ഇത്തരത്തിൽ ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ പുനഃസംഘടന സംബന്ധിച്ച പ്രസ്താവനകളും പ്രതികരണങ്ങളും വേണ്ട എന്നാണ് ഹൈക്കമാൻഡിൻ്റെ ഒരു നിലപാട്. ഇത് SKN. താങ്ക് യു.